ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മാനസിയാണെങ്കിലോ ഇന്ന് സാഗരങ്ങളുടെ വീട്ടിൽ ഒരു ബോംബ് ഞാൻ പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് തന്നെ കേട്ടോ നടക്കുന്നത്. അത് ഹേമയോട് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അയ്യോ മാനസേ, അങ്ങനെ ചെയ്യണ്ട, ഇപ്പം നീ എടുത്ത് ചാടിയിട്ട് ഒന്നും ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട് ഹേമ. പക്ഷേ മാനസിയാണെങ്കിലോ ഒന്നും തന്നെ കാര്യമാക്കാൻ നിൽക്കുന്നില്ല. അമ്മയൊന്നും മിണ്ടാണ്ടിരിക്കേ, ഇത് ഞാൻ കളിച്ചോളാം, അമ്മ ഒന്ന് മിണ്ടാണ്ടിരുന്നാൽ മതി, എനിക്ക് പക വീട്ടാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നിരിക്കുകയാണെന്ന് പറയുന്നു കേട്ടോ. പിന്നീട് ഈ വിവരം തന്നെ, അതായത് ജയിൽ വെച്ച് സുമിത്ര മാനസയെ കണ്ടിട്ടുണ്ടെന്ന വിവരമൊക്കെ ഭാഗ്യശ്രീക്ക് മനസ്സിലാവുകയും അവിടുന്ന് ഭാഗ്യശ്രീ വിളിക്കുന്നുണ്ട് കേട്ടോ കൺമണിയെ. കൺമണി, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, സുമിത്രയും അതുപോലെ തന്നെ മാനസയും കൂടെയും കണ്ടുമുട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു ന്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ജയിലിൽ വെച്ചിട്ട്. പക്ഷേ മാനസ അമ്മയെ കാണണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടാവും. കൺമണി സൂക്ഷിക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ബലരാമനേട്ടൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ മാനസയോട് തുറന്ന് പറയാനാണ് സാധ്യത. എങ്ങനെയെങ്കിലും കുടുംബം തകർക്കണം, അതൊറ്റ വിചാരം മാത്രമുള്ളൂ എൻ്റെ അമ്മയ്ക്ക്. അതുകൊണ്ട് തന്നെ അവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് കൺമണി ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ വിവരം അറിയുന്ന കൺമണി ആകെ ഞെട്ടുന്നുണ്ട്. എന്നിട്ട് കൃഷ്ണനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സർ, എത്രയും പെട്ടെന്ന് തന്നെ മാനസ ആ വിവരം വീട്ടിൽ അറിയിക്കുമെന്നാണ് തോന്നുന്നത്. അവളെ വെല്ലുവിളിച്ചിട്ട് പോണത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയും തോന്നിയതെന്ന് പറയുന്നു. എന്നാൽ ഞാൻ അവളെ ഇന്ന് കൊന്നു കളയുമെന്ന് പറയുന്നു. അയ്യോ സർ, അങ്ങനെയൊന്നും ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട്. ഈ വിവരം തന്നെ കൃപയെ അറിയിക്കുന്നുണ്ട് കേട്ടോ. കൃപയാണെങ്കിൽ പറയുന്നുണ്ട് അവളിങ്ങോട്ട് വരട്ടെ അത് പറയാനായിട്ടെന്ന് പറയുന്നു. പക്ഷേ മാനസ് അവിടെ എത്തുന്നുണ്ട് കേട്ടോ. മാനസ് എത്തിയതിന് ശേഷം സുജുവിനെയും സാഗറിനെയും ചേച്ചിയമ്മയൊക്കെ വിളിച്ച് വരുത്തുന്നുണ്ട്. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്, അത് കേൾക്കുമ്പോൾ നിങ്ങൾ ആകെ ഷോക്കാവുമെന്ന് എനിക്കറിയാം, പക്ഷേ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ ആ ബോംബ് അവിടെ മാനസ പൊട്ടിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ വിശേഷം കഴിയുന്നത്. എപ്പിസോഡ് വിശേഷമായിട്ട് കാണാം കേട്ടോ.